I take this opportunity to greet all of you this morning in the precious name of our Lord and our Savior Jesus Christ. യേശു കർത്താവിന്റെ വന്യ പരിശുദ്ധ നാമത്തിൽ നിങ്ങളെ എല്ലാവരെയും വന്ദനം ചെയ്യുവാൻ ഞാൻ ഈ അവസരം എടുക്കുകയാണ്. God has helped us to be in His presence once again physically. നമുക്കിങ്ങനെ ഫിസിക്കലായിട്ട് വീണ്ടും കൂടുവാൻ കർത്താവ് കൃപ ചെയ്തുവല്ലോ. Today somehow I am going to speak about the presence of God. ഇന്ന് ഞാൻ ദൈവ സാന്നിധ്യത്തെക്കുറിച്ചാണ് ദൈവമക്കളുമായി സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. So I was just thinking that how much difference the physical presence makes. ശാരീരികമായ പരസ്പര സാന്നിധ്യം എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നതാണ് ഞാൻ ചിന്തിക്കുകയായിരുന്നു. Every day we are seeing Pinarayi Vijayan in the television. എല്ലാ ദിവസവും നമ്മുടെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനെ നാം വാർത്താ മാധ്യമങ്ങളിൽ കൂടി കാണുന്നുണ്ട്. Every day we see Narendra Modi in the television. എല്ലാ ദിവസവും നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെ നാം കാണുന്നുണ്ട്. We know about many film stars whom we see in the media. ചലച്ചിത്ര നായകന്മാരെയൊക്കെ നാം മീഡിയയിൽ കാണാറുണ്ട്. But suppose Mr. Modi is present here. എന്നാൽ മോദി എന്ന ആ വ്യക്തിത്വം ഇവിടെ ഉണ്ടെങ്കിൽ, sitting in the chair, നമ്മുടെ കൂടെ ഈ കസേരകൾ ഇരിക്കുന്നുണ്ടെങ്കിൽ, then our body language would be different. നമ്മുടെ ശരീരഭാവങ്ങൾ ഒക്കെ വ്യത്യസ്തമാകും. We will be very excited because the prime minister of the നമ്മുടെ country, ദേശത്തിന്റെ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇവിടെ ഉണ്ടെങ്കിൽ നാം എത്രയോ സന്തോഷിതരാകും. This is what physical presence means. ഇതാണ് ശാരീരികമായുള്ള സമീപമുള്ള സാന്നിധ്യത്തിന്റെ പ്രത്യേകത. Today I am going to speak about God's presence. ദൈവ സാന്നിധ്യത്തെക്കുറിച്ചാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. None of us we have seen God. നമ്മളിൽ ആരും ദൈവത്തെ നേരിട്ട് കണ്ടിട്ടില്ല. But the fact is that we can all experience God. എന്നാൽ സത്യം, യാഥാർത്ഥ്യം, നിഷേധിക്കാൻ കഴിയാത്ത കാര്യം ഇതാണ്, നമുക്കെല്ലാവർക്കും ദൈവത്തിന്റെ സാന്നിധ്യത്തെ അനുഭവിക്കാൻ കഴിയും. We know that God is omnipresent. നമുക്കറിയാം ദൈവം സർവ്വവ്യാപിയാണ്. God is everywhere. കർത്താവ് എല്ലായിടത്തുമുണ്ട്. But I am not going to speak about the omnipresence of God. ദൈവത്തിന്റെ സർവ്വവ്യാപിത്വത്തെക്കുറിച്ചല്ല ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. I want to speak about the manifested presence of God. ഞാൻ ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് നിഷേധിക്കാൻ കഴിയാത്ത വ്യക്തമായ വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യത്തെക്കുറിച്ചാണ്. Many a times we are living in such a time in this present generation that when somebody talks about a manifestation or manifested presence of God, it becomes very difficult for our logical mind or our reasoning mind with that reasons to believe it or to grasp it. യുക്തിസഹജമായ ഈ ആധുനിക ലോകത്തിൽ ജീവിക്കുന്ന വ്യക്തികൾ എന്ന നിലയിൽ പലപ്പോഴും വെളിപ്പെടുന്ന പ്രകടമായ ദൈവ സാന്നിധ്യത്തെക്കുറിച്ച് പറയുമ്പോൾ അത് നമ്മുടെ യുക്തിക്ക് അതീതമായതുകൊണ്ട് അംഗീകരിക്കാൻ പാടാണ്. This happens because probably we have not searched the scriptures properly. നമ്മൾ ദൈവവചനത്തെ വേണ്ടും വണ്ണം പരിശോധിക്കാത്തത് കൊണ്ടാണ് ഈ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുവാൻ നമുക്ക് പലപ്പോഴും കഴിയാത്തത്. If we search the scriptures, the pages of the scriptures, the one message that is very evident that God desires to live among His people. ദൈവവചനത്തിന്റെ ഓരോ താളുകൾ നമ്മൾ വ്യക്തമായി പരിശോധിച്ചാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ദൈവം തൻ്റെ ജനത്തോടൊപ്പം താമസിക്കുവാൻ ആഗ്രഹിക്കുന്നു. And it is only the manifested presence of God that brings transformations in our lives. പ്രകടമാകുന്ന ദൈവ സാന്നിധ്യത്തിന് മാത്രമേ വ്യക്തി ജീവിതങ്ങളിൽ രൂപാന്തരം കൊണ്ടുവരാൻ കഴിയത്തുള്ളൂ. When you go through the roads of this district, Tiruvalla, then we see many a times the police jeep patrolling. തിരുവല്ല പട്ടണത്തിലെ ഓരോ വഴിത്താരകളിൽ കൂടി നാം നടക്കുമ്പോൾ, നാം സഞ്ചരിക്കുമ്പോൾ നാം കാണാറുണ്ട് പോലീസ് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നതായിട്ട്. So the moment we see the presence of the police, we know that we have to carry the license and all other vehicle documents with us. പോലീസ് മോട്ടോർ വെഹിക്കിൾ വാഹനങ്ങൾ നാം കാണുമ്പോൾ നമ്മൾ ബോധവാന്മാരാകിയാണ് ലൈസൻസ് ഇത്യാദി കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ടോ ഇല്ലയോ എന്ന് നാം പരിശോധിക്കാനിടയായിത്തീരും. Why do police do patrolling? എന്തുകൊണ്ടാണ് ഈ പോലീസ് പെട്രോളിംഗ് നടത്തുന്നത്? At the cost of the expense of petrol. ഇത്രമാത്രം ഇന്ധനം കത്തിച്ചുകൊണ്ട് എന്തിനാണ് ഈ വഴികളിൽ കൂടിയൊക്കെ പെട്രോളിംഗ് നടത്തുന്നത്? Why can't they sit in their office? അവർക്ക് അവരുടെ ആ ഓഫീസ് മുറികളിൽ ഇരുന്നാൽ കൂടെ?
they would be more comfortable there. അവിടെയല്ലേ അല്പം കൂടെ സൗകര്യപ്രദമായ സാഹചര്യങ്ങൾ. The reasons they do patrolling is that they want to make you and me feel their presence in the city. അവരിങ്ങനെ പെട്രോളിംഗ് ചെയ്യാനുള്ള കാരണം അവരുടെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള ഒരു ബോധവും അറിവും പൊതുജനത്തിൽ പകരുവാൻ വേണ്ടിയാ. When we see them, we know that the police is there. നമ്മൾ അവരെ കാണുമ്പോൾ അവർ പോലീസ് നമ്മുടെ ഇടയിൽ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നു. So anything wrong we will do, they will catch us. നിയമവിരുദ്ധമായി എന്ത് ചെയ്താലും നമ്മളെ അവർ പിടികൂടുമെന്ന് നമുക്കറിയാം. I draw analogies always from my profession. എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നാണ് പലപ്പോഴും ഞാൻ ഉദാഹരണങ്ങൾ എടുക്കാറുള്ളത്. Whenever we are in a city, we try to make feel our presence to the business community. ഞങ്ങൾ ഒരു പട്ടണത്തിൽ ജോലി ചെയ്യുമ്പോൾ എൻ്റെ ഔദ്യോഗിക ജോലിയിൽ ഞങ്ങളുടെ സാന്നിധ്യത്തെ ആ പട്ടണത്തിലെ വ്യവസായികൾക്ക് ബോധ്യമാക്കാൻ ശ്രമിക്കാറുണ്ട്. If the business people does not feel our presence, വ്യവസായികൾക്ക് ഞങ്ങൾ പട്ടണത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, then any good person will evade tax. ഏത് നല്ല വ്യക്തിയായാലും എത്ര നല്ല വ്യക്തിയായാലും ആ വ്യവസായി ടാക്സ് നികുതി വെട്ടിക്കാൻ ശ്രമിക്കും. When our notices go to the people, ഞങ്ങൾ ആൾക്കാർക്ക് വ്യവസായങ്ങൾക്ക് സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് അയക്കുമ്പോൾ, when we call them telephonically, അവരെ ഫോണിൽ കൂടി ഞങ്ങൾ വിളിക്കുമ്പോൾ, when we visit their houses and their offices for action, ഞങ്ങൾ അവരുടെ ഭവനങ്ങളെയും സ്ഥാപനങ്ങളെയും പ്രത്യേക നടപടികൾ എടുക്കുവാൻ വേണ്ടി സന്ദർശിക്കുമ്പോൾ, then the message goes that the presence of the department is there in the city. അപ്പോൾ ഒരു സന്ദേശം വാക്കും ഭാഷണവും കൂടാതെ പോവുകയാണ്, നികുതി വകുപ്പ് ഈ പട്ടണത്തിൽ സജ്ജമാണ്. And this makes a change in the attitude of the people. ഇത് ജനത്തിന്റെയും വ്യവസായികളുടെയും മനോഭാവത്തിൽ വേണ്ടിയ വ്യതിയാനങ്ങൾ കൊണ്ടുവരുന്നു. Suppose the rule book and the law book is there. ഈ നിയമസംഹിതയും നിയമാവലിയും ഉണ്ടെന്നിരിക്കട്ടെ. It is lying on my table where I am sitting in my office. ഞാൻ ഇരിക്കുന്ന ഓഫീസ് മുറിയിൽ ആ നിയമങ്ങളൊക്കെ ഞാൻ എൻ്റെ ടേബിളിൽ വെച്ചിട്ടുണ്ടെന്നിരിക്കട്ടെ. I have all the knowledge of the law in my head. ഈ എൻ്റെ തലച്ചോറിൽ മൊത്തം ഈ നിയമാവലികൾ കാണാപ്പാഠമാന്നിരിക്കട്ടെ. I can explain any sections or any rules. ഇന്ത്യൻ പീനൽ കോഡിലെ ഏത് വകുപ്പും എനിക്ക് കാണാതെ പറയുവാനുള്ള ജ്ഞാനമുണ്ടെന്നിരിക്കട്ടെ. That will not make any difference to the people. അത് ജനത്തിൽ ഒരു മാറ്റവും കൊണ്ടുവരത്തില്ല. I will have all the knowledge of the income tax law. ഈ നികുതി വകുപ്പിന്റെ എല്ലാ നിയമവശങ്ങളും അതിന്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് കാണാതെ അറിയാമായിരിക്കാം. That is not going to make any difference. അത് ഞാൻ പ്രവർത്തിക്കുന്ന മേഖലകളിൽ ഒരു വ്യത്യാസവും കൊണ്ടുവരത്തില്ല. The tax collection will not improve. അതുകൊണ്ട് നികുതിയുടെ ശേഖരണം വർദ്ധിക്കത്തില്ല. So the taxman has to visit somebody's office or somebody's house to make the people to feel their presence. അതുകൊണ്ട് നിയമങ്ങൾ മാത്രമല്ല, ഈ പ്രവർത്തനത്തിന്റെ സജ്ജമായ നിലവാരം ജനത്തെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി വ്യക്തികളെയും സ്ഥാപനങ്ങളെയും ഞങ്ങൾ സന്ദർശിക്കാറുണ്ട്. This is exactly what is written in the Bible. അത് തന്നെയാണ് ബൈബിളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. From the book of Genesis to the book of Revelation, there is a lot of knowledge there. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ദൈവസംബന്ധമായ അറിവുകളുടെ ഒരു സാഗരമാണ്. It teaches us how to live. എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നു. It teaches us how to conduct. നമ്മുടെ ജീവിതചര്യയെ എങ്ങനെ നിയന്ത്രിക്കണമെന്ന് പറഞ്ഞു തരുന്നു. It gives us lot of knowledge for interpersonal relationship. പരസ്പര ബന്ധത്തിനു വേണ്ടി ജ്ഞാനം നമുക്ക് നൽകുന്നു. But any book in the world would give that. പക്ഷേ ലോകത്തിലുള്ള ഏത് പുസ്തകത്തിലും അല്പമായി അതൊക്കെ നമുക്ക് കണ്ടെത്താം. How the Bible is different. എങ്ങനെയാണ് ബൈബിൾ വ്യത്യസ്തമാകുന്നത്? This morning the Holy Spirit very specifically wants to speak to the church. ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവിന് ദൈവസഭയോട് വ്യക്തമായി സംസാരിക്കാനുണ്ട്. Because if God remains in your knowledge, you are not going to benefit. ദൈവവും ദൈവത്തിന്റെ വചനവും വെറും അറിവായി മസ്തിഷ്കത്തിൽ ഇരുന്നാൽ അത് നമ്മളിൽ ഒരു പരിണാമവും പരിവർത്തനവും കൊണ്ടുവരത്തില്ല. What makes our Christian life exciting is the presence of God in us. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ ആവേശോജ്വലമാക്കുന്നത് ദൈവ സാന്നിധ്യമാണ്. If we do not experience God's presence, then we will miss the very purpose of God for us. നമ്മുടെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യത്തെ അനുഭവിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ കുറിച്ചുള്ള ദൈവ ഉദ്ദേശം നമുക്ക് നഷ്ടമായി പോകും. Unfortunately, we are slowly evolving into a time
where we are becoming like the mainline churches. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പതിയെ പതിയെ ഈ മുഖ്യധാര നാമധേയ സഭകളെ പോലെ ആയിത്തീരുന്ന ഒരു പരിണാമത്തിലാണ് പെന്തക്കോസ്ത് സമൂഹം. If you have not read the autobiography of Pastor K. Abraham, you must read it. പാസ്റ്റർ കെ എബ്രഹാം എന്ന് പറഞ്ഞ കർത്തദാസന്റെ ആത്മകഥ നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ വായിക്കണം. The founder of IPC Church. IPC എന്ന പ്രസ്ഥാനത്തിന്റെ ആ കാവൽഭടനായ നേതൃത്വം വഹിച്ച ദൈവദാസൻ. If you have not read the autobiography of many such servants of God who lived many years back, you must read it. ചില തലമുറകൾക്ക് മുൻപ് ജീവിച്ച ഈ ഭക്തരായ ദൈവദാസന്മാരുടെ ആത്മകഥകൾ നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, പ്രത്യേക ആദ്യ തലമുറ പെന്തക്കോസ്ത് സമൂഹത്തിന്റെ നേതാക്കന്മാരുടെ പുസ്തകങ്ങൾ നിങ്ങൾ വായിക്കണം. When you read this autobiography of these great men and women of God, ഈ ഭക്തരായ ദൈവദാസന്മാരുടെ ജീവചരിത്രങ്ങൾ, ആത്മകഥകൾ നമ്മൾ വായിക്കുമ്പോൾ one thing that is very distinctly that we can see, ഈ എല്ലാ ചരിത്ര രേഖകളിൽ വ്യത്യസ്തമായി വ്യക്തമായി കാണുന്ന ഒരു കാര്യമുണ്ട്. is the presence of God moving through this man and woman of God. ഈ ദൈവദാസന്മാരുടെ ജീവിതത്തിൽ കൂടി വ്യാപരിച്ച ഒരു ദൈവ സാന്നിധ്യമുണ്ട്. The sick getting healed, രോഗികൾ സൗഖ്യമാകുന്നു, the dead rising back to life, മരിച്ചവർ ജീവൻ പ്രാപിക്കുന്നു, the lepers getting healed, കുഷ്ഠരോഗബാധിതരായവർ അവസ്ഥയിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്നു, cancers getting healed, അർബുദം എന്ന രോഗം മാറുന്നു, demons manifestation and leaving the people, ദുഷ്ടാത്മാക്കൾ വ്യക്തി ജീവിതങ്ങളെ വിട്ടുപോകുന്നു. most importantly transformation taking place in the life of people. എല്ലാറ്റിലും ഉപരിയായി വ്യക്തി ജീവിതങ്ങളിൽ സമാനതയില്ലാത്ത മാറ്റങ്ങൾ സംഭവിക്കുക. If you have observed very carefully, നമ്മൾ ഈ കാര്യങ്ങളെ വ്യക്തമായി സൂക്ഷ്മമായി നോക്കിയാൽ the beginning of any Pentecostal movement is distinctly marked by the presence of God. ചരിത്രത്തിൽ എവിടെങ്കിലും പെന്തക്കോസ്തിന്റെ അനുഭവം പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദൈവ സാന്നിധ്യത്തിന്റെ ഒരു മുഖമുദ്രയോടാണ് അത് പൊട്ടിപ്പുറപ്പെട്ടത്. But with the passage of time, as the church evolves, പക്ഷേ കാലത്തിന്റെ കുത്തൊഴുക്കിൽ സഭ പരിണമിച്ചതിനനുസരിച്ച് we forsake the presence of God. We are not interested in the presence of God. നാം ദൈവ സാന്നിധ്യത്തെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റു പലതിലേക്കും നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. Our head will be full of knowledge. നമ്മുടെ തലച്ചോറ് ജ്ഞാനത്തിലും അറിവിലും നൈപുണ്യമുള്ളതായി തീരുന്നു. We know all the doctrines. നമുക്ക് എല്ലാ ദൈവശാസ്ത്ര കാര്യങ്ങളും ഉപദേശങ്ങളും അറിഞ്ഞെന്നിരിക്കും. We know all the words. നമുക്ക് വാക്യങ്ങൾ, വചനങ്ങൾ കാണാപ്പാഠമായിരിക്കാം. We are able to debate and argue with people. നമുക്ക് വ്യക്തികളോട് വാദിക്കുവാനും പ്രതിവാദിക്കുവാനും പറ്റിയെന്ന് വരും. But that is not going to give us any life. അത് ജീവൻ പകരുന്നതൊന്നായി തീരണമെന്നില്ല. Whenever I open my mobile ഞാൻ എപ്പോഴെങ്കിലും എന്റെ മൊബൈൽ തുറക്കുമ്പോൾ and go through the YouTube and the Facebook, ഞാൻ യൂട്യൂബിലും ഫേസ്ബുക്കിൽ കൂടി ഇങ്ങനെ തപ്പുമ്പോൾ unfortunately പലപ്പോഴും എനിക്ക് പ്രയാസം എന്ന നിലയിൽ what I am seeing is a lot of debates and arguments going on in the soil of Kerala. കേരളത്തിന്റെ മണ്ണിൽ അനേക വാദപ്രതിവാദങ്ങൾ നടക്കുന്നു. One man of God speaking about other. ഒരു ദൈവദാസൻ മറ്റൊരാളെ കുറിച്ച് പറയുന്നു. So these debates are unending. ഈ വാദപ്രതിവാദങ്ങൾ അന്തമില്ലാത്തത് ഒന്നാണ്. I can guarantee you that it is not going to benefit anybody. അത് ആർക്കും പ്രയോജനം വരുത്തില്ലെന്ന് ഞാൻ വളരെ വ്യക്തമായി പറയട്ടെ. I can guarantee you 110% that it's not going to benefit anybody. ഞാൻ 101% പറയുകയാണ്, അതിൽ കൂടി ആർക്കും പ്രത്യേകിച്ച് പ്രയോജനം ഉണ്ടാകുന്നില്ല. I can attend such a debate. എനിക്ക് അങ്ങനെ ഒരു വാദത്തിൽ പങ്കാളിയാകാം. It will only increase my knowledge about something. ചില വിഷയങ്ങളെ കുറിച്ചുള്ള അറിവ് വർദ്ധിക്കും. What difference it is going to make? എന്റെ പ്രായോഗിക ജീവിതത്തിൽ എന്ത് മാറ്റം അത് കൊണ്ടുവരും? It is not going to make any difference as far as my knowledge is increasing. എന്റെ അറിവ് വർദ്ധിക്കുന്നതല്ലാതെ എന്നിൽ വേണ്ടത്ര മാറ്റമൊന്നും അത് സൃഷ്ടിക്കുന്നില്ല. The purpose of any verse in the Bible, ദൈവവചനത്തിലെ ഏത് വാക്യശകലത്തിന്റെയും ഉദ്ദേശം, the purpose of any word in the Bible, ദൈവവചനത്തിലെ ഏത് വേദഭാഗത്തിന്റെയും ഉദ്ദേശം, the purpose of any doctrine in the Bible ദൈവവചനത്തിലെ ഏത് ഉപദേശത്തിന്റെയും കാതലായ കാര്യം is to bring you and me nearer to the presence of God. നമ്മളെ ഓരോരുത്തരെയും ദൈവ സാന്നിധ്യത്തോട് അടുപ്പിക്കുക എന്നത് ഉള്ള ആ ഔന്നിത്യമായ ലക്ഷ്യമാണ്. We have to underline these things. ഈ സത്യങ്ങളെ നാം അടിവരയിട്ട് മനസ്സിൽ
മനസ്സിലാക്കണം. The purpose is not to increase our knowledge. അറിവ് വർദ്ധിപ്പിക്കുക എന്നതല്ല ആത്യന്തിക ലക്ഷ്യം. The purpose is not to give us PhD. നമുക്ക് ഉപരി പഠന സംബന്ധമായ അറിവ് നൽകുക എന്നൊരു അർത്ഥമല്ല. The purpose is not to elevate us. നമ്മളെ ഉയർത്തുക, കിളത്തുക, നമ്മളെ ഏതോ മറ്റൊരു തലത്തിലെത്തിക്കുക എന്നൊരു അർത്ഥമല്ല. The only purpose is to lead me to my closer to my Creator. ഇതിന്റെ എല്ലാം ഉദ്ദേശം ദൈവ സാന്നിധ്യത്തിന്റെ സാമീപ്യത്തിലേക്ക് നമ്മളെ അടുപ്പിക്കുക എന്നതാണ്. Praise the Lord. ഹല്ലേലൂയ. I hope you are getting what I want to tell this morning. എന്റെ ഉള്ളിൽ കർത്താവ് പകർന്നിരിക്കുന്ന ഈ ദൂത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ ചിന്തിക്കട്ടെ. I have not prepared any message today. ഞാൻ ഒരു അങ്ങനെ ഒരു സന്ദേശം നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ നിങ്ങളുടെ മുൻപാകെ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. But the Lord wants to speak to you this morning about His presence. ദൈവ സാന്നിധ്യത്തെ കുറിച്ചുള്ള ചില സത്യങ്ങളെയാണ് നിങ്ങളുടെ മുൻപാകെ വെക്കുവാൻ എനിക്ക് നിയോഗമുള്ളത്. The Lord wants to tell me to the people of God about the presence of God. ദൈവ ജനത്തോട് ദൈവ സാന്നിധ്യത്തെ കുറിച്ച് പറയാനാണ് ഇന്ന് എന്റെ മേൽ കർത്താവ് പകർന്നിരിക്കുന്ന നിയോഗം. We know about the story of the prodigal son. ആ ധൂർത്തപുത്രന്റെ ഉപമ നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. When he came back to his sense, തന്റെ സുബോധത്തിലേക്ക് താൻ മടങ്ങി വന്നപ്പോൾ what does he say? എന്താണ് ആ മകൻ പറയുന്നത്? He says that I will go back to my father. ഞാൻ എന്റെ പിതൃഭവനത്തിലേക്ക്, അപ്പന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകും. See, when he came to his senses, he wants to go back to the presence of his father. താൻ സുബോധത്തിലേക്ക് വന്നപ്പോൾ, തന്റെ ബോധം ഉദിച്ചപ്പോൾ തന്റെ മനസ്സിൽ വന്ന പ്രേരണ അപ്പന്റെ വീട്ടിലേക്ക്, അപ്പന്റെ സാന്നിധ്യത്തിലേക്ക് എനിക്കൊന്ന് മടങ്ങിപ്പോകണം. Dear brothers and sisters, we are hearing a lot of message about repentance. ദൈവദാസിദാസന്മാരെ, മാനസാന്തരത്തെ കുറിച്ച് ശക്തവും വ്യക്തവുമായ ദൂതുകൾ നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. But what does that repentance mean? എന്താണ് ഈ മാനസാന്തരം? Does it mean that from tomorrow onwards you are going to have 10 rules before you and you are going to implement or follow one by one those things? ഈ മാനസാന്തരം എന്ന് പറഞ്ഞാൽ എന്റെ മുൻപിൽ 10 നിയമങ്ങളെ ഇങ്ങനെ നിരത്തി വെച്ച് ആ 10 കൽപ്പനകളെയോ ആ 10 നിയമങ്ങളെയോ ഞാൻ അനുസരിക്കുവാൻ പാടുപെടുമെന്നാണോ മാനസാന്തരം കൊണ്ട് അർത്ഥമാക്കുന്നത്? Most of the people പലരും say out of 10, almost 10. 10-ൽ ഏകദേശം 10 എന്നിരിക്കട്ടെ. For us, repentance means പലപ്പോഴും മാനസാന്തരം കൊണ്ട് നാം പലരും അർത്ഥമാക്കുന്നത് from tomorrow onwards I am going to live a very good life. നാളെ മുതൽ അല്പം ചൊവ്വായ ഒരു നല്ലൊരു ജീവിതം ഞാൻ നയിക്കാം. I will wake up at 5 o'clock in the morning. ഞാൻ രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കാം. Then immediately I will pray in God's presence. അത് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാം. Then I will have a very disciplined life. എനിക്ക് വളരെ ചിട്ടയുള്ള ഒരു ജീവിതം ഉണ്ടാകും. I will do my exercises. ഞാൻ എന്റെ വ്യായാമവും ഒക്കെ ചെയ്യും. I will not speak lie. ഞാൻ നുണ പറയുകയില്ല. I will do everything that is right. ശരിയുള്ള എല്ലാ കാര്യവും ഞാൻ ചെയ്യും. This is what repentance means to most of us. പലർക്കും, മിക്ക ആൾക്കാർക്കും മാനസാന്തരം എന്ന് പറയുന്നത് ഇതുപോലുള്ള ചില നിയമാനുസരണങ്ങൾ മാത്രമാണ്. But if you have this idea of repentance in your head, നമ്മുടെ ബുദ്ധിയിൽ ഇങ്ങനൊരു മാനസാന്തരത്തെ കുറിച്ചുള്ള വികലമായ ചിന്തയാണെങ്കിൽ, then every time you take that decision you are going to fail miserably. നിങ്ങൾ എത്ര തീരുമാനമെടുത്താലും നിങ്ങൾ അത് തോൽക്കും, അത് നിവർത്തിക്കുവാൻ. On 31st December everybody takes decision. 31-ാം തീയതി ഡിസംബർ നാം എല്ലാവരും തീരുമാനങ്ങൾ എടുക്കുന്നു. I also take decision. ഞാനും തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. But the next year on 31st December I realized that all my decisions I have failed. അടുത്ത 31-ാം തീയതി, അടുത്ത ഡിസംബർ 31-ാം തീയതി എനിക്കൊരു കാര്യം മനസ്സിലാകും, ഞാൻ എടുത്ത തീരുമാനങ്ങളെല്ലാം പാടെ പരാജയമായി. Repentance does not mean that we set before us a conduct book and we will do 1, 2, 3, 4, 5, 6 all those things. നാം ചിന്തിച്ച് മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നത് മാനസാന്തരം എന്ന് പറയുന്നത് ഒരു നിയമാവലി മുന്നിൽ വെച്ചുകൊണ്ട് ആ നിയമത്തെ അനുസരിക്കുവാനുള്ള ഒരു പ്രയത്നമല്ല. We will fail in that. അങ്ങനെ നാം നിയമം മാത്രം അനുസരിക്കുക എന്നുള്ള ഒരു നിയമ ഉദ്ദേശം മാത്രമേ ഉള്ളെങ്കിൽ നാം പാടെ പരാജയപ്പെടും. Again we will fail in that. വീണ്ടും നാം അതിൽ പരാജയപ്പെടും. Again we will fail in that. വീണ്ടും അതിൽ നാം വീഴും. Again and again we will fail. വീണ്ടും വീണ്ടും നാം പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കും. Then do you know what will happen? പിന്നെ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? Condemnation. കുറ്റബോധം നമ്മളെ കാർന്നു തിന്നും. Guilt. നമ്മളിൽ ആ
തീരാത്ത കുറ്റപ്പെടുത്തൽ നമ്മുടെ ഉള്ളിൽ തോന്നും. then we will not be able to enjoy the presence of God. പിന്നെ നമുക്ക് ദൈവ സാന്നിധ്യത്തിൽ വരുന്നത് സന്തോഷമായിരിക്കത്തില്ല. There is no excitement in Christian life. ക്രിസ്തീയ ജീവിതത്തിൽ ഒരു ഉണർവോ ഉന്മേഷമോ ഇല്ലാതെ There പോകും. is no joy in Christian life. ക്രിസ്തീയ ജീവിതത്തിലെ സന്തോഷം കെട്ടുപോകും. Because though God has set us free, കർത്താവ് നമ്മളെ സ്വതന്ത്രരാക്കിയെങ്കിലും we are still living in the age of legalism. നമ്മൾ ഇന്നും ന്യായപ്രമാണ യുഗത്തിൽ ജീവിക്കുന്നത് പോലെ നിയമങ്ങൾക്ക് കീഴ്പ്പെട്ടു പോകും. This is what is happening with most of the believers. പല വിശ്വാസികൾക്കും ഇതാണ് പറ്റുന്നത്. Here when this prodigal son, when he came to his senses, ഇവിടെ ഈ തൂർത്തുപുത്രൻ, മുടിയനായ പുത്രൻ എന്ന് നാം വിളിക്കുന്ന കഥാപാത്രം തന്റെ സുബോധത്തിലേക്ക് മടങ്ങി വന്നപ്പോൾ he did not say that from tomorrow onwards, okay, I will live a very disciplined life. താൻ പറഞ്ഞില്ല നാളെ മുതൽ ഒരു ചിട്ടയുള്ള ജീവിതം ഞാൻ ജീവിക്കാമെന്ന്. All these things happened with me because I was not living a disciplined life. ഇതൊക്കെ എനിക്ക് ഭവിച്ചത് ഒരു ചിട്ടയും അടുക്കും ക്രമവും ഇല്ലാത്ത ഒരു ജീവിതത്തിൽ ഞാൻ ഏർപ്പെട്ടത് കൊണ്ടാണെന്ന് ഇദ്ദേഹം പറഞ്ഞില്ല. So I will manage my finances well. എന്റെ ഭൗതികമൊക്കെ ഞാൻ പണ്ടത്തെ പോലെയല്ല, മിതമായും ചിട്ടയോടും ഞാൻ കൈകാര്യം ചെയ്യാം. I will make some good investments. ഞാൻ നല്ല ചില സാമ്പത്തിക നിക്ഷേപങ്ങൾ ചെയ്യാം. So if I do like that, then tomorrow it will be better for me. ഇങ്ങനെ ഞാൻ ചെയ്താൽ ഇന്നത്തെ പരിതാപകരമായ സ്ഥിതിയൊക്കെ മാറി ഒരു സാമ്പത്തിക ഭദ്രതയും ജീവിതമേന്മയും ഉണ്ടാകുമെന്ന് ഈ പുത്രൻ പറഞ്ഞില്ല. He did not say like that. താൻ അങ്ങനെ പറഞ്ഞില്ല. But rather he said, താൻ എന്താ പറഞ്ഞത്? what made difference in my life was the presence of my father. എന്റെ ജീവിതത്തെ ഇന്നത്തെ പരിതാപകരമായ സ്ഥിതിയിൽ എത്തിച്ചതും എന്നെ ഇതിൽ നിന്ന് മാറ്റാൻ കഴിയുന്നത് ഒറ്റ ഘടകമാണ്, എന്റെ അപ്പന്റെ വീടിലെ ആ അപ്പന്റെ സാന്നിധ്യം. He said that I will go back to my father. ഞാൻ എന്റെ അപ്പന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകും. I will go back to his presence. ഞാൻ എന്റെ അപ്പന്റെ സാന്നിധ്യത്തിലേക്ക് ഒരു മടക്കയാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. I will stand before him. ഞാൻ അവന്റെ മുൻപിൽ നിൽക്കും. And it is his presence that makes all difference in my life. ആ സാന്നിധ്യമാണ് എന്റെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും മാറ്റം സൃഷ്ടിക്കുന്നത്. Dear men and women of God who are listening to me this ഈ morning, പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന ദൈവദാസീദാസന്മാരെ, this is exactly what the message of the Bible is. ഇതാണ് ദൈവവചനത്തിന്റെ ആ ഉത്കൃഷ്ടമായ സന്ദേശം. Look to the first book of the Bible, which is Genesis. ഉൽപ്പത്തി എന്ന ബൈബിളിന്റെ ആദ്യ പുസ്തകം നോക്കുക. God created man and woman. ദൈവം പുരുഷനെയും സ്ത്രീയെയും സൃഷ്ടിച്ചു. And God spent time with them. ദൈവം അവരോടുകൂടെ സമയം ചിലവഴിച്ചു. They lived in the presence of God. അവർ ദൈവ സാന്നിധ്യത്തിലാണ് താമസിച്ചത്. It was the presence of God that made things beautiful. അവരുടെ ജീവിതത്തെ മനോഹരമാക്കിയത് ദൈവ സാന്നിധ്യമാണ്. It was the presence of God that gave meaning to their life. അവരുടെ ജീവിതത്തെ അർത്ഥസമ്പുഷ്ടമാക്കിയത് ദൈവ സാന്നിധ്യമാണ്. It was not that paradise, that greenery, that fruits and all those things around. പർദീസയിലെ ആ വൃക്ഷലതാദികളോ ആ നല്ല അനുഭവങ്ങളോ അല്ല അവരുടെ ജീവിതത്തെ മനോഹരമാക്കിയത്. It was not the creation but the creator that made the difference. ദൈവ സൃഷ്ടിയുടെ കരവിരുതിയുടെ മഹത്വമോ മനോഹാരിതയല്ല, സൃഷ്ടാവിന്റെ സാന്നിധ്യമാണ് അവരുടെ ജീവിതത്തെ അർത്ഥപൂർണമാക്കിയത്. The day they were expelled from the presence of God, ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അവരെ പുറത്താക്കിയ ദിവസം, though they had access to all the creation in the world, സൃഷ്ടിയുടെ വിവിധ അർത്ഥ അവസ്ഥകളിലേക്ക് അവർക്ക് പ്രവേശനമുണ്ടായിരുന്നെങ്കിലും, though they possessed everything on this earth, ഈ സൃഷ്ടിയിലുള്ള എല്ലാം ഭൂമി മൊത്തം അവരുടെ കീഴിലായിരുന്നെങ്കിലും, there was no joy, no peace in their life. അവർക്ക് എല്ലാം ഉണ്ടായിട്ടും സൃഷ്ടി ഉണ്ടായിട്ടും സൃഷ്ടാവിനുള്ള സാന്നിധ്യം നഷ്ടപ്പെട്ടവരായി സന്തോഷമില്ലാത്തവരായി തീർന്നു. Their life was a struggle. അവരുടെ ജീവിതം ഒരു വലിയ പോരാട്ടമായി മാറി. Today you may think that a good job would give you happiness. നിങ്ങളിൽ ചിലർ ചിന്തിക്കുന്നത് ഒരു നല്ല ജോലി കിട്ടിയാൽ എനിക്ക് സന്തോഷം ഉണ്ടാകും. Today you may think that a good house would give you happiness. നിങ്ങളിൽ ചിലർ ചിന്തിക്കുന്നത് ഒരു നല്ല വീട് കെട്ടിപ്പണിയാൻ കഴിഞ്ഞാൽ എനിക്ക് സന്തോഷം ഉണ്ടാകും. Today you may think that a good car may give you happiness. നിങ്ങളിൽ ചിലർ ചിന്തിക്കുന്നത് ഇപ്പോഴുള്ള വാഹനം മാറ്റി ഒരു നല്ല വാഹനം എനിക്ക് കിട്ടിയാൽ അല്പം സന്തോഷം ഉണ്ടാകും. Today you may think that a good degree may give you success. എനിക്ക് നല്ലൊരു വിദ്യാഭ്യാസ മേന്മയുണ്ടെങ്കിൽ അതെനിക്ക് സന്തോഷം പകരുമെന്ന് നിങ്ങളിൽ ചിലർ തെറ്റിദ്ധരിക്കുന്നുണ്ട്. Adam and Eve had everything on this earth. ഈ ഭൂമിയിലുള്ള എല്ലാം
പുറത്താക്കിയ ആദ്യ ദമ്പതികൾക്കുണ്ടായിരുന്നു. They were the owners of the planet Earth. ഈ ഭൂമിയുടെ ഉടമകളായിരുന്നു അവർ. All the creations were under their control. എല്ലാ സൃഷ്ടികളും അവർക്ക് കീഴെയായിരുന്നു. But without God, ദൈവത്തെ കൂടാതെ, without the presence of ദൈവ God, സാന്നിധ്യം കൂടാതെ, without the voice of God, ദൈവ ശബ്ദത്തിന്റെ ശ്രവണം കൂടാതെ, which they heard every day in the paradise, ആ പറുദീസയിൽ, ആ ഏദൻ പൂങ്കാവനത്തിൽ എന്നും മുടങ്ങിക്കേട്ട ആ നാദം, without that voice of God, their life was a struggle. ആ ദൈവ ശബ്ദത്തെ കൂടാതെയുള്ള അവരുടെ ജീവിതം അത് വളരെ പരിതാപകരമായിരുന്നു. Without the presence of God, their life was struggle. ആ ദൈവ സാന്നിധ്യത്തെ കൂടാതെയുള്ള ഒരു ജീവിതം വളരെ സംഘർഷം നിറഞ്ഞതായിരുന്നു. Without the presence of God, there was no joy in their life. ആ ദൈവ സാന്നിധ്യം നഷ്ടമാക്കിയത് കൊണ്ട് സന്തോഷം മറ്റൊരു ജീവിതത്തിലേക്ക് അവർ മുങ്ങിപ്പോയി. There were men and women in the Old Testament പഴയ നിയമത്തിൽ അനേക കഥാപാത്രങ്ങൾ, സ്ത്രീ പുരുഷന്മാരുണ്ട്, who realized this truth, ഈ സത്യത്തെ തിരിച്ചറിഞ്ഞവരായിരുന്നു അവർ. and they understood that it's the presence that makes the difference. ദൈവ സാന്നിധ്യമാണ് വേണ്ടിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നതെന്ന് അവർ തിരിച്ചറിഞ്ഞു. Once King David committed a very bad sin. ഒരിക്കൽ ദാവീദ് രാജാവ് വലിയൊരു അധമ പാപം ചെയ്തു. When he had the realization about this, ആ പാപത്തെ കുറിച്ചുള്ള ബോധം തന്നിൽ ഉണ്ടായപ്പോൾ he came into the presence of God. താൻ ദൈവ സാന്നിധ്യത്തിലേക്ക് വന്നു. And did you know what he prayed? എന്താണ് താൻ പ്രാർത്ഥിച്ചത് നിങ്ങൾക്കറിയാമോ? He would have prayed to God like this: താൻ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചേണേ, I have this beautiful palace with me. എനിക്ക് ഈ മനോഹരമായ കൊട്ടാരമുണ്ട്. The king's throne, it's beautiful. രാജാവിന്റെ സിംഹാസനം അതും ഭംഗിയുള്ളതാ. The king's chamber, it's very comfortable. രാജാവിന്റെ ആ അരമന അത് എത്രയോ ഭംഗിയുള്ളതാ. I have all the comforts and luxuries and riches of this world. ഈ ലോകം തരാൻ കഴിയുന്നതിലുള്ള എല്ലാ മികച്ചതായ ജീവിത സാഹചര്യങ്ങളും ധന മഹാത്മ്യങ്ങളും ഉണ്ട്. I am a man with authority. അധികാരമുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. I can command and there would be thousands to serve me. ഞാനൊരു കൽപ്പന പുറപ്പെടുവിച്ചാൽ ആയിരങ്ങൾ എന്റെ പിന്നാലെ അണിചേരും. I have everything that a man would desire. ഒരു വ്യക്തി ആഗ്രഹിക്കാവുന്നതിൽ എല്ലാം എനിക്കുണ്ട്. But what did David pray? എന്താണ് ദാവീദ് പ്രാർത്ഥിച്ചത്? David prayed to God like this: ദാവീദ് ഇങ്ങനെയാണ് ദൈവത്തോട് പ്രാർത്ഥിച്ചത്, God, do not take your presence from me. നിന്റെ സാന്നിധ്യത്തെ എന്റെ അടുക്കലിൽ നിന്ന് എടുത്തു കളയരുത്. I covet your presence. നിന്റെ സാന്നിധ്യത്തെ ഞാൻ കൊതിക്കുന്നു. I love your presence. നിന്റെ സാന്നിധ്യത്തെ ഞാൻ സ്നേഹിക്കുന്നു. I want to be filled by your presence. അവിടുത്തെ സാന്നിധ്യത്താൽ എന്നെ നിറയ്ക്കണമേ. I want to listen to your voice in my spirit. അവിടുത്തെ ശബ്ദം എന്റെ അന്തരാത്മാവിൽ ഞാൻ കേൾക്കുവാൻ കൊതിക്കുന്നു. I want to experience the touch of God. അവിടുത്തെ ആ സ്പർശനം എനിക്ക് അനുഭവിക്കണം. Because it's not this palace and the luxuries of this palace that gives me joy. ഈ കൊട്ടാരവും അതിൻ്റെതായ സൗകര്യങ്ങളുമല്ല എനിക്ക് സന്തോഷം പ്രദാനം ചെയ്യുന്നത്. It's the presence of God that gives meaning to my life. എന്റെ ജീവിതത്തെ അർത്ഥസമ്പുഷ്ടമാക്കുന്നത് ദൈവ സാന്നിധ്യമാണ്. Abraham walked with God. അബ്രഹാം ദൈവത്തോട് കൂടെ നടന്നു. Abraham left everything in this world. അബ്രഹാം എല്ലാം വിട്ടേച്ചിറങ്ങി. And he started a journey of faith. വിശ്വാസത്തിന്റെ യാത്ര താൻ തുടങ്ങി. What does that mean? എന്താണ് അതിന്റെ അർത്ഥം? What does that mean to start a journey of faith? വിശ്വാസത്തിന്റെ യാത്ര തുടങ്ങുക എന്ന് പറഞ്ഞാൽ എന്താ? Abraham had everything. അബ്രഹാമിനും എല്ലാം ഉണ്ടായിരുന്നു. His friends, his relatives, everything he left behind. തന്റെ സ്നേഹിതർ, തന്റെ ചാർച്ചക്കാർ, രക്തബന്ധങ്ങളെ താൻ എല്ലാം പുറകിൽ കളഞ്ഞു. One day he had an encounter with God. ദൈവത്തോട് തനിക്കൊരു ഏറ്റുമുട്ടൽ ഉണ്ടായി. He never knew about this God. ഈ ദൈവത്തെ കുറിച്ച് തനിക്ക് അറിയത്തില്ലായിരുന്നു. But suddenly one day he had an encounter with God. എന്നാൽ പെട്ടെന്നൊരു ദിവസം ദൈവവുമായിട്ടൊരു അഭിമുഖം ഉണ്ടായി. The moment he had an encounter with God, ആ അഭിമുഖത്തിനു ശേഷം oh, he felt that presence. ആ ദൈവ സാന്നിധ്യത്തെ താൻ നേരിട്ട് കണ്ടപ്പോൾ It was not like other things in the world. ലോകത്തിലുള്ള മറ്റു കാര്യങ്ങളെ പോലെ അല്ലായിരുന്നു ഈ ദൈവ സാന്നിധ്യം. Abraham might have said like this: അബ്രഹാമിന് ഇങ്ങനെ പറയാമായിരുന്നു, see, I have everything in this world. ഈ ലോകത്തിലുള്ള എല്ലാ ധനമഹാത്മ്യം എനിക്കുണ്ട്. But this is something different. ഇത് വ്യത്യസ്തമാണ്. God came down to meet Abraham. തേജോമയനായ ദൈവം ഇറങ്ങി വന്ന് അബ്രഹാമിന് പ്രത്യക്ഷനായി. And God started speaking to Abraham. ദൈവം അബ്രഹാമിനോട് സംസാരിക്കാൻ തുടങ്ങി. God started revealing his heart to Abraham. ദൈവം തന്റെ ഹൃദയത്തെ അബ്രഹാമിന് വെളിപ്പെടുത്തി. When Abraham heard the voice of God, ദൈവ ശബ്ദം അബ്രഹാം ശ്രവിച്ചപ്പോൾ, oh, the whole being of Abraham could experience that. അബ്രഹാമിന്റെ മുഴുവൻ ആഴത്തിൽ അത് തിരിച്ചറിയാൻ കഴിയുമായിരുന്നു. Abraham said, this is totally different. ഈ ലോകത്തിലുള്ള മറ്റെന്തിനേക്കാൾ ഇത് വ്യത്യസ്തമാണെന്ന് അബ്രഹാം മനസ്സിലാക്കി. I can give anything for this presence.
ഈ സാന്നിധ്യം എന്നും അനുഭവിക്കുവാൻ വേണ്ടി ഞാൻ എന്തും സമർപ്പിക്കുവാൻ I can sacrifice anything for this presence. എന്തും ഞാൻ ഈ സാന്നിധ്യത്തെ സ്വായത്തമാക്കുവാൻ വേണ്ടി ത്യജിക്കാൻ തയ്യാറാണ്. I am ready to leave behind everything for this presence. ഈ സാന്നിധ്യത്തിന്റെ പിന്നാലെ എനിക്കുള്ളതെല്ലാം വിട്ടേച്ച് ഞാൻ ഇറങ്ങാൻ തയ്യാറാണ്. Abraham started a journey to walk with God. ഈ സാന്നിധ്യത്തിന്റെ സ്പർശനത്തിലാണ് എബ്രഹാമിന്റെ വിശ്വാസയാത്ര ആരംഭിക്കുന്നത്. I would ask Abraham, ഞാൻ അബ്രഹാമിനോട് ഇങ്ങനെ ചോദിക്കും, what's so exciting about this journey, Abraham? ഈ വിശ്വാസയാത്രയിൽ ഇത്രമാത്രം ആവേശോജ്വലമായ എന്തുണ്ട്? You are an absolute fool. നിങ്ങളൊരു പൂർണ്ണ വിഡ്ഢിയാ. You left your home, നിങ്ങൾ ഭവനം വിട്ടു, left your relatives, നിങ്ങളുടെ ചാർച്ചക്കാരെ വിട്ടു, left your surroundings, നിങ്ങളുടെ ചുറ്റുപാടുകളെ വിട്ടു, and you have started a journey. നിങ്ങളൊരു യാത്ര പുറപ്പെട്ടിരിക്കുക. What's the purpose of this? ഈ യാത്രയുടെ ലക്ഷ്യം എന്താ? Abraham would reply to me, അബ്രഹാം എന്നോട് ഇങ്ങനെ ഉത്തരം പറയും, this journey is the most exciting journey. ഇതാണ് ഏറ്റവും ആവേശോജ്വലമായ ഒരു യാത്ര. Because every day, എല്ലാ ദിവസവും, every minute, എല്ലാ നിമിഷവും, every hour, എല്ലാ നേരത്തും I feel the presence of the Creator. എന്നെ വിളിച്ചിറക്കിയ ദൈവ സാന്നിധ്യം എന്നോടൊപ്പം ചലിക്കുകയാണ്. The journey of our Christian life ക്രിസ്തീയ ജീവിതത്തിന്റെ നമ്മുടെ ഈ യാത്ര makes sense. അതിന് അർത്ഥമുണ്ടാകുന്നത്, It will have meaning അതിന് അർത്ഥപൂർണതയുണ്ടാകുന്നത് only if we experience the presence of God. ദൈവ സാന്നിധ്യം നാം അനുനിമിഷവും അനുഭവിച്ചാൽ മാത്രമേ അതിൽ അർത്ഥമാകത്തുള്ളൂ. Dear men and women of God, it's real. ദൈവദാസിദാസന്മാരെ, ഇത് യാഥാസ്ഥികമായ നിഷേധിക്കാൻ കഴിയാത്തൊരു സാന്നിധ്യമാണ്. It's true. അത് സത്യമാണ്. God speaks to us even today. ഇന്നും ദൈവം സംസാരിക്കുന്ന ദൈവമാണ്. When God speaks, you will know it. ദൈവം സംസാരിച്ചാൽ നിങ്ങൾ അറിയും. Your whole being will know it. നിങ്ങളുടെ മുഴുവൻ ആഴത്തത്തിൽ നിങ്ങൾക്കറിയാം. There will be joy in your whole being. നിങ്ങളുടെ മുഴുവൻ ആഴത്തത്തിൽ ആർക്കും അടക്കാൻ കഴിയാത്തൊരു സന്തോഷം കാണും. But the problem with us is that പക്ഷെ ഇന്ന് നമ്മുടെ പ്രതിസന്ധി എന്താണെന്നറിയാമോ? God is in our knowledge. ദൈവം നമ്മുടെ അറിവിൽ മാത്രം ഒതുങ്ങി The നിൽക്കുക. Bible is in our head. ദൈവവചനം നമ്മുടെ ഒരു അറിവായി മാത്രം We നിൽക്കുക. all know all the doctrines. നമുക്ക് എല്ലാ ഉപദേശങ്ങളും അറിയാം. We know everything in the Bible. ദൈവവചനത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അല്പമായി അറിയാം. If somebody speaks any error, then we will correct them. ദൈവവചനത്തിന് ചേരാത്തത് ആരെങ്കിലും പറഞ്ഞാൽ അതിനെ തിരുത്താനുള്ള ഒരു ശേഷി നമുക്കുണ്ട്. But our problem is that we don't know the presence of God. പക്ഷെ നമ്മുടെ പ്രശ്നം എന്താണെന്നറിയാമോ? ദൈവ സാന്നിധ്യത്തെ വേണ്ടും വണ്ണം നാം തിരിച്ചറിയുന്നില്ല, അനുഭവിക്കുന്നില്ല. Do you know this is exactly happened with the religious heads at the time of Jesus? യേശുവിന്റെ കാലത്തുള്ള മത നേതൃത്വത്തിനും ഇതല്ലേ സംഭവിച്ചത്? They were not ordinary people, dear men and women of God. അവർ വെറും സാധാരണക്കാരല്ലായിരുന്നു. These religious leaders, ഈ മത നേതാക്കന്മാർ, these teachers of the scriptures, ഈ വേദ പഠിതാക്കൾ, these religious pandits, ഈ വേദ പണ്ഡിതന്മാർ, they knew every stroke of the scriptures. ദൈവവചനത്തിലെ ന്യായപ്രമാണത്തിലെ എല്ലാ വള്ളിയും പുള്ളിയും അവർക്കറിയാമായിരുന്നു. You know, they were PhDs in these things. ഈ ന്യായപ്രമാണത്തെ അവർ അരച്ചു കലക്കി കുടിച്ചവരായിരുന്നു. They could write hundreds of commentaries. ഇതിനെക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങൾ, നൂറുകണക്കിന് ആയിരക്കണക്കിന് വ്യാഖ്യാനങ്ങൾ അവർക്ക് എഴുതാമായിരുന്നു. They were scholars. അവർ പണ്ഡിതന്മാർ ആയിരുന്നു. And there were students under them. അവരുടെ കീഴിൽ ഒത്തിരി വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. The Bible colleges, not only today but at that time also, there were colleges that taught the scriptures. ഇന്ന് മാത്രമല്ല, അന്നും വേദ പഠനശാലകൾ ഉണ്ടായിരുന്നു. And there were students who would study the word of God. ദൈവവചനവും ന്യായപ്രമാണവും മാത്രം പഠിക്കുവാൻ ജീവിതത്തെ വേർതിരിച്ച് പഠിച്ച വിദ്യാർത്ഥികൾ അവിടെ ഉണ്ടായിരുന്നു. But these teachers who taught about God, ഈ വചനങ്ങളെയും വേദ ഭാഗങ്ങളെയും പഠിപ്പിച്ച പണ്ഡിതന്മാർ, they were not able to know God. അവർക്ക് ദൈവത്തെ വ്യക്തിപരമായി അറിയത്തില്ലായിരുന്നു. They were not able to see God. അവർക്ക് ദൈവത്തെ കാണാൻ കഴിഞ്ഞില്ല. They were not able to understand the purpose of God. ദൈവത്തിന്റെ ഉദ്ദേശങ്ങളെ തിരിച്ചറിയാൻ അവർക്ക് കഴിഞ്ഞില്ല. They were not able to understand the plan of God. ദൈവത്തിന്റെ പദ്ധതികൾ അവർക്ക് മീതെയായി പോയി. In the book of Genesis, I said like this. ഉൽപ്പത്തി പുസ്തകത്തിൽ ഞാൻ പറയട്ടെ, In creation, the purpose of God was to dwell with
his creation. സൃഷ്ടിപ്പിൽ ദൈവത്തിന്റെ ഉദ്ദേശം തന്റെ സൃഷ്ടിയോടുകൂടെ താമസിക്കുക എന്നതായിരുന്നു. If you read the scriptures in the Old Testament, പഴയ നിയമത്തിലെ താളുകൾ മറിച്ചു നോക്കിയാട്ടെ, the purpose of God was to interact with his people. തന്റെ ജനത്തോടുകൂടെ ഒരു സ്നേഹ സംഭാഷണത്തിലും കൂട്ടായ്മ ബന്ധത്തിലും എപ്പോഴും നിലകൊള്ളുകയായിരുന്നു ദൈവിക ഉദ്ദേശം. God wanted to dwell with his people. ദൈവത്തിന് തന്റെ ജനത്തോടുകൂടെ ഒരുമിച്ച് താമസിക്കണമായിരുന്നു. God wanted to talk with his people. തന്റെ ജനത്തോട് സംസാരിക്കണമായിരുന്നു. What is the purpose of tabernacle? എന്തായിരുന്നു സമാഗമന കൂടാരത്തിന്റെ Have we ഉദ്ദേശം? ever thought why this tabernacle? എന്തിനാണ് ഈ സമാഗമന കൂടാരം ദൈവം പണിയിപ്പിച്ചത്? The very purpose of tabernacle of God was to meet the people. ദൈവം തന്റെ ജനത്തോട് സമ്മേളിക്കുന്ന കണ്ടുമുട്ടുന്ന ഒരു ഇടമായിരുന്നു സമാഗമന കൂടം. When God was giving the script of this tabernacle, ഈ സമാഗമന കൂടാരം പണിയാനുള്ള രൂപരേഖ ദൈവം കൊടുത്തപ്പോൾ God said like this, I want to meet my people there and I want to talk with them. ദൈവം പറഞ്ഞത് ഇങ്ങനെയാണ്, ഈ സമാഗമന കൂടാരത്തിൽ ദൈവം തന്റെ ജനത്തോട് സംഗമിക്കുന്ന കണ്ടുമുട്ടുന്ന ഇടപെടുന്ന ഒരിടമായിരുന്നു. So I want you to grasp the heart of the scripture. ദൈവവചനത്തിന്റെ ആ സന്ദേശത്തിന്റെ ഹൃദയഭാഗം നിങ്ങളുടെ ഉള്ളിൽ പതിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുക. In the creation, God wanted to be with his creation. സൃഷ്ടിപ്പിൽ തന്നെ ദൈവം തന്റെ ജനത്തോട് കൂടെ വസിക്കാൻ ആഗ്രഹിക്കുന്നു. When that purpose was disturbed, ആ ദൈവിക പദ്ധതിയെ മനുഷ്യൻ തകിടം മറിച്ചപ്പോൾ God through his servant Moses, ദൈവം തന്റെ ദാസനായ മോശയിൽ കൂടി he gave the idea of the tabernacle. ഈ സമാഗമന കൂടാരത്തിന്റെ ആ രൂപരേഖ തനിക്ക് കൊടുക്കുക. Again the purpose was that God wanted to dwell with his people. ഈ സമാഗമന കൂടാരത്തിന്റെ ലക്ഷ്യവും ദൈവം തന്റെ ജനത്തോടു കൂടെ വസിക്കുക എന്നത് God മാത്രമാണ്. wanted to talk with them. ദൈവത്തിന് തന്റെ ജനത്തോടുകൂടെ സംഭാഷിക്കണം. God wanted to heal them. ദൈവത്തിന് തന്റെ ജനത്തെ സുഖപ്പെടുത്തണം. And through this community, God wanted to reveal his presence to others. ഈ സമൂഹത്തിൽ കൂടി ദൈവത്തിന് തന്റെ സാന്നിധ്യത്തെ ലോകത്തിന് വെളിപ്പെടുത്തണമായിരുന്നു. But this purpose of God was again frustrated. ഈ ദൈവിക ഉദ്ദേശത്തെ ആ ഇസ്രായേൽ സമൂഹം വീണ്ടും തകിടം മറിച്ചു. Because the religious pundits, ആ മത നേതൃത്വങ്ങൾ, the religious leaders of that time, ആ കാലത്തിലെ മത നേതാക്കന്മാർ, their mind, their head was swollen with knowledge. അവരുടെ തലച്ചോർ, അവരുടെ മസ്തിഷ്കം അറിവ് കൊണ്ട് ചീർത്തുപോയി. But they did not know God. അവർക്ക് ദൈവത്തെ അറിഞ്ഞുകൂടായിരുന്നു. Today, to the believers of Kerala, കേരളത്തിലുള്ള എല്ലാ ദൈവമക്കളോട് ഞാൻ പറയട്ടെ, the voice of God shouts like this. ദൈവ ശബ്ദം ഇങ്ങനെ മുഴങ്ങി കേൾക്കുന്നു. Our head is swollen with knowledge. അത് അറിവായ മാത്രം മസ്തിഷ്കത്തിൽ ചീർത്തു നിൽക്കുകയാണോ? Our head is swollen with knowledge. നമ്മുടെ മസ്തിഷ്കം, നമ്മുടെ ബുദ്ധിമണ്ഡലങ്ങൾ അറിവ് കൊണ്ട് നിറഞ്ഞിരിക്കുക. But we do not know our God. പക്ഷെ നമ്മുടെ ദൈവത്തെ നമുക്ക് വേണ്ടും വണ്ണം അറിയത്തില്ല. God made a master plan. ദൈവം ഒരു വലിയ പദ്ധതി ഒരുക്കുകയായിരുന്നു. He said not like this. ആ പദ്ധതിയിൽ ദൈവം ഇങ്ങനെയാ പറഞ്ഞത്, I will come down ഞാൻ ഇറങ്ങി വരും, and I will dwell with the people. എന്റെ ജനത്തോടു കൂടെ ഞാൻ പാർക്കും. Then they will know who I am. അപ്പോൾ അവരറിയും ഞാൻ ആരാണ്. Because the purpose of the scripture, കാരണം തിരുവെഴുത്തിന്റെ ഉദ്ദേശം തന്നെ ഇതല്ലേ. the purpose of the doctrine, ഈ ഉപദേശങ്ങളുടെ ഉദ്ദേശം ഇതല്ലേ. the purpose of every word written in the Bible തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്ന ഓരോ വഴികളുടെ അർത്ഥം is that you men know God. നിങ്ങൾ ദൈവത്തെ വേണ്ടും വണ്ണം അറിയുക എന്നതാണ്. You men know his presence. ആ സാന്നിധ്യത്തെ നിങ്ങൾ അറിയുന്നതാ. You may talk with him. ആ ദൈവത്തോട് സംസാരിക്കുന്നതാ. You would know his voice. അവന്റെ ശബ്ദം തിരിച്ചറിയുന്നതാ. God is not somebody in the heavens. ദൈവം സ്വർഗത്തിൽ മാത്രം നിൽക്കുന്ന ഒരു വ്യക്തിയല്ല. But God is somebody who wants to dwell with you. നമ്മളോടുകൂടെ ഇറങ്ങി വന്ന് നമ്മുടെ ഒപ്പം വസിക്കാൻ ആഗ്രഹിക്കുന്നു. God made a master plan. ദൈവം ഒരു വലിയ പദ്ധതി ആവിഷ്കരിച്ചു. I will go down. ഞാൻ ഇറങ്ങിപ്പോകും. I will live with my people. ഞാൻ എന്റെ ജനത്തോടു കൂടെ പാർക്കും. Then they will know my heart. അവരെന്റെ ഹൃദയം തിരിച്ചറിയും. They will know my heartbeats. എന്റെ ഹൃദയത്തിന്റെ സ്പന്ദനം അവർ അറിയും. They will experience me. എന്നെ അവർ അനുഭവിക്കും. Then they will know who I am. എന്നാൽ അവരറിയും ഞാൻ ആരാണെന്ന്. What happened? എന്നാൽ എന്താ സംഭവിച്ചത്? The religious leaders, മത നേതൃത്വം, the teachers of the law, ന്യായശാസ്ത്രികൾ, the Pharisees, പരീക്ഷ പണ്ഡിതന്മാർ,
who were teaching God's word, അവർ ദൈവത്തിന്റെ വചനം ദൈവജനത്തോട് പഠിപ്പിക്കുകയായിരുന്നു. who were masters in the scripture, അവർ തിരുവെഴുത്തിൽ നൈപുണ്യമുള്ളവരായിരുന്നു. they were not able to recognize God. അവർ ദൈവത്തെ തിരിച്ചറിയേണ്ടവണ്ണം തിരിച്ചറിഞ്ഞില്ല. I want you to pause for a minute. ഒരു നിമിഷം നമുക്കിവിടെ നിൽക്കാം. Look at the state of Kerala. ഇന്നത്തെ കേരളത്തിന്റെ അവസ്ഥ ഒന്ന് നോക്കി. Look at the churches of Kerala. കേരളത്തിലുള്ള സഭകളെ ഒന്ന് ഒടിച്ചു നോക്കി. Some time back I told to you, ചില നാളുകൾക്ക് മുൻപ് ഞാൻ നിങ്ങളോട് പറഞ്ഞു, if you take a statistics of the believers in Kerala, കേരളത്തിലുള്ള വിശ്വാസികളുടെ ഒരു കണക്കെടുപ്പ് നടത്തിയാൽ it says like this. ഇങ്ങനെയാണ് നാം കാണുന്നത്. If my memory is right, എന്റെ ഓർമ്മ തിട്ടമുള്ളതാണെങ്കിൽ only 0.6% believers are there in Kerala. ദൈവമക്കൾ എന്ന് പറയാൻ കഴിയുന്ന 0.6% മാത്രം വ്യക്തികളാണ് കേരളത്തിലുള്ളത്. What we are doing? നമ്മൾ എന്താ ചെയ്യുന്നത്? We are telling that we are doing big things. നമ്മൾ പറയുന്നു നാം വലിയ വലിയ കാര്യങ്ങളാണ് ചെയ്യുന്നത്. Maybe that 0.6% we can increase it a little bit. ആ 0.6% നമ്മൾ ഒന്ന് കൂട്ടി പറഞ്ഞാലും, But if you take the population of Kerala of 3.5 crore people, കേരളത്തിലുള്ള 3.5 കോടി ജനതയെ നാം നോക്കുമ്പോൾ maybe 70 lakhs Christians are there. ഒരു 70 ലക്ഷം ക്രിസ്ത്യാനികൾ ഉണ്ടായിരിക്കും. 20% population are Christians. കേരളത്തിലെ 20% ക്രിസ്തീയ വിശ്വാസത്തിൽപ്പെട്ടവരാ. Out of this, very few numbers of believers are there. അതിൽ അല്പം വിശ്വാസികൾ മാത്രമേ ഉള്ളൂ. And we think that we have done something great. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നു നാം എന്തോ വലിയ കാര്യങ്ങളാണ് ചെയ്യുന്നത്. This shows the failure of what we are doing. നമ്മൾ ചെയ്യുന്നതിന്റെ പരാജയമാണ് ഇത് സൂചിപ്പിക്കുന്നത്. 100 years of Pentecostal movement, we have not been able to impact our society. പെന്തക്കോസ്ത് അനുഭവത്തിന്റെ 100 വർഷം, ഒരു നൂറ്റാണ്ട് പിന്നിട്ടതിനും ശേഷം നാം വേണ്ടും വണ്ണം നമ്മുടെ സമൂഹത്തെ സ്വാധീനിക്കുവാൻ പരാജയപ്പെട്ടു. Even out of this, ഈ ന്യൂനപക്ഷത്തിൽ majority means almost 99% are people who are next generation believers or those who came from other mainline churches. ഇതിൽ 99% ആൾക്കാരും മറ്റ് സഭകളിൽ നിന്ന്, മുഖ്യധാര കൂട്ടായ്മകളിൽ നിന്നും വന്ന ആദ്യ തലമുറ പെന്തക്കോസ്തുകാരാ. What I am telling is that though we know the doctrines, though we know the scriptures, though we know the verses by heart, we do not know our God. നമുക്ക് വാക്യങ്ങൾ അറിയാം, വചനങ്ങൾ അറിയാം, ഉപദേശങ്ങൾ അറിയാം, പക്ഷെ നമുക്ക് നമ്മുടെ ദൈവത്തെ വേണ്ടും വണ്ണം അറിയത്തില്ല. Unless and until we know our God, we will not be able to make any impact. നമുക്ക് നമ്മുടെ ദൈവത്തെ വേണ്ടും വണ്ണം അറിയത്തില്ലെങ്കിൽ വേണ്ട നിലയിലുള്ള ഒരു സ്വാധീനം നമ്മുടെ ജീവിതത്തിൽ കൂടോ ശുശ്രൂഷകളിൽ കൂടോ നമുക്ക് വരുത്തുവാൻ കഴിയും. I gave you an analogy from my profession. എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് ഞാൻ ഒരു ഉദാഹരണം നിങ്ങളോട് പറഞ്ഞു. I can take a lot of training. എനിക്ക് ഒത്തിരി പരിശീലനം എൻ്റെ ജോലി സംബന്ധമായി എനിക്ക് എടുക്കാം. I can study a lot of things. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാം. And I can store a lot of knowledge about income tax law. ഈ നികുതി വകുപ്പിനെ കുറിച്ചുള്ള നിയമാവലി എൻ്റെ ഉള്ളിൽ കാണാതെ ഞാൻ പഠിച്ചു വെക്കാം. I can go through all the judgments of various courts and understand all those things. എല്ലാ കോടതികളും നികുതി വകുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ വിധികളെ എനിക്ക് കാണാപ്പാഠം പഠിക്കാം. But that will not improve the revenue collection. പക്ഷെ അതൊരിക്കലും നികുതി ശേഖരണത്തെ വർദ്ധിപ്പിക്കത്തില്ല. Only when I make my presence feel in a city. എൻ്റെ സാന്നിധ്യത്തെ ഒരു ഇടത്ത്, ഒരു ദേശത്ത് വ്യക്തമാക്കിയാൽ മാത്രമേ, Only when my presence of the department is felt in a place. ഞങ്ങളുടെ ആ നികുതി വകുപ്പിന്റെ സാന്നിധ്യം ആ പൊതുജനം തിരിച്ചറിഞ്ഞാൽ മാത്രമേ the revenue will rise. ആ നികുതി വർധന ഉണ്ടാകത്തുള്ളൂ. Dear brothers and sisters, today the Holy Spirit wants to have an introspection of ourselves. നമ്മുടെ ആത്മീയതയെക്കുറിച്ചുള്ള ഒരു സ്വയം വിലയിരുത്തൽ നമ്മൾ നടത്തേണ്ടത് അനിവാര്യമാണ്. അതാണ് പരിശുദ്ധാത്മാവ് ഇന്ന് ഓരോരുത്തരോടും സംസാരിക്കുന്നത്. Hundreds of seminars, 100 കണക്കിന് സെമിനാറുകൾ നടക്കും, thousands of conferences, ആയിരക്കണക്കിന് കോൺഫറൻസുകൾ നടക്കുന്നു, thousands of conventions, ആയിരക്കണക്കിന് കൺവെൻഷനുകൾ നടക്കുന്നു. all these things have just increased our knowledge. നമ്മുടെ അറിവ് മാത്രം ഇതെല്ലാം വർദ്ധിപ്പിച്ചു. My question to the leaders of the church is that how
do you know your God? ഞാൻ കേരളത്തിലെ സഭയുടെ നേതാക്കന്മാരോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവത്തെ അറിയാമോ? If you had known your God, നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവത്തെ അറിയാമായിരുന്നെങ്കിൽ you would not have fought for position. നിങ്ങൾ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ കിടപിടിക്കത്തില്ലായിരുന്നു. If you would have known your God, നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവത്തെ അറിയാമായിരുന്നെങ്കിൽ then you would not have formed groups. നിങ്ങൾ ഇങ്ങനെ സംഘങ്ങൾ, ഇങ്ങനെയുള്ള വേർതിരിച്ച സഖ്യങ്ങൾ ഉണ്ടാക്കത്തില്ലായിരുന്നു. If you would have known your God, നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവത്തെ അറിയാമായിരുന്നെങ്കിൽ then you would not do ministry for money. നിങ്ങൾ പണത്തിന് വേണ്ടി ശുശ്രൂഷിക്കത്തില്ലായിരുന്നു. If you would have known your God, നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിൽ your goal would not have been luxuries and comfort. ഈ ലോകത്തിന്റെ ആർഭാടങ്ങളും സൗകര്യത്തിന്റെ പിന്നാലെ ഇങ്ങനെ പരക്കം പായത്തില്ലായിരുന്നു. If you would have known your God, നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിൽ then you would have been merciful and compassionate. നിങ്ങൾ മനസ്സലിവും കരുണയുള്ളവരായി തീർന്നേനെ. If you would have known your God, നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിൽ then you would have been with the people who are suffering. കഷ്ടം അനുഭവിക്കുന്ന ആലംബഹീനരോടൊപ്പമായിരുന്നേനെ നിങ്ങൾ. When God looks at you, ദൈവം മുകളിൽ നിന്ന് നോക്കുമ്പോൾ He wants you to be with the people who are suffering. കഷ്ടത്തിലായിരിക്കുന്ന ജനത്തോടൊപ്പം ഇരിക്കാനാണ് നേതൃത്വത്തെ കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നത്. He wants you to be with the people who are forsaken. കൈവിടപ്പെട്ടവരോടൊപ്പമായിരിക്കുന്നതാണ് ദൈവം നമ്മളെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്. He wants you to be with the people who are in sorrow. ദുഃഖത്തിലും കഷ്ടത്തിലും ആയിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുക എന്നതാണ് നിങ്ങളെ കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നത്. More than hundreds of conferences, നിങ്ങൾ നടത്തുന്ന നൂറുകണക്കിന് കോൺഫറൻസിനേക്കാൾ അധികം, more than hundreds of conventions, നൂറുകണക്കിന് കൺവെൻഷനുകൾ നടത്തുന്നതിനേക്കാൾ ഉപരി, more than hundreds of messages, നൂറുകണക്കിന് സന്ദേശങ്ങളെക്കാൾ ഉപരി, what God wants is to be with the people. നിങ്ങൾ ജനത്തോടൊപ്പം സഞ്ചരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. What God wants is to be with the people who are in suffering. കഷ്ടത്തിലായിരിക്കുന്ന ജനത്തോട് ഒപ്പമായിരിക്കുന്നതാണ് ദൈവഹിതം, ദൈവ സാന്നിധ്യത്തിന്റെ പ്രത്യേകത. ഇതില്ലേ കർത്താവ് ചെയ്തത്? This is what the Lord had done. This is exactly what Jesus has done. ഇതാണ് നമ്മുടെ കർത്താവ് തന്റെ ഐഹിക ജീവിതത്തിൽ He ചെയ്തത്. left the heavenly glory, ആ സ്വർഗ്ഗ മഹിമകളെ വിട്ട് born in a manger, ഒരു പുൽക്കൂട്ടിൽ ജനിച്ച്, born in an ordinary family, ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച്, lived with the rejected people of the society. തഴയപ്പെട്ടവരും തൃണവൽക്കരിക്കപ്പെട്ട സമൂഹത്തിലെ ആൾക്കാരുമായിട്ട് ജീവിച്ച്, The teachers of the law could not recognize him. ആ ന്യായശാസ്ത്രികൾക്ക് ആ കർത്താവിനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. The people who knew the doctrines did not understand him. ആ അവിടുത്തെ സാന്നിധ്യത്തെ ഉപദേശങ്ങൾ പഠിപ്പിച്ച ഈ പണ്ഡിതന്മാർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. But the God of the universe, ഈ സൃഷ്ടാവാകുന്ന ബ്രഹ്മാണ്ടത്തെ ഉണ്ടാക്കിയവൻ, he was with the ordinary people of the അവൻ society. സാധാരണരായി സമൂഹത്തിലേക്ക് താണിറങ്ങി വന്നപ്പോൾ, This is exactly what the heart of God is. ദൈവത്തിന്റെ ഹൃദയം ഇത് തന്നെയാണെന്ന് അല്ലേ യേശുനാഥൻ വെളിപ്പെടുത്തിയത്. Jesus died, യേശു ക്രൂശിൽ മരിച്ചു, was buried, താൻ അടക്കപ്പെട്ടു, he was resurrected. മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. He told his disciples, തന്റെ ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു, I will not leave you orphans. ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല, I will send the Holy Spirit. ഞാൻ പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ നടുവിൽ അയക്കും. God the Holy Spirit, ആത്മാവാകുന്ന ദൈവം, God the Father, God the Son and God the Holy Spirit. പിതാവാകുന്ന ദൈവം, പുത്രനാകുന്ന ദൈവം, ഇപ്പോൾ പരിശുദ്ധാത്മാവാകുന്ന ദൈവം. Jesus said that I will not leave you orphans. ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല, I will give you the Holy Spirit. പരിശുദ്ധാത്മ സാന്നിധ്യം എന്നേക്കും നിങ്ങളോടൊപ്പം വസിക്കുവാൻ ഞാൻ നൽകിയേച്ചു The പോകുകയാണ്. Holy Spirit will come down upon you. നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും. When the Holy Spirit will come down, നിങ്ങളുടെ മേൽ ആത്മാവ് വരുമ്പോൾ you will know it. നിങ്ങൾക്കത് തിരിച്ചറിയാൻ കഴിയും. You will receive power. നിങ്ങൾക്ക് ശക്തി ലഭിക്കും. You will be my witness. നിങ്ങൾ എന്റെ സാക്ഷികളായി മാറും. Your heart will be filled with love and compassion. നിങ്ങളുടെ ഹൃദയം സ്നേഹത്താലും ആർദ്രതയാലും നിറയും. You will be able to make an impact in your generation. നിങ്ങളുടെ തലമുറയിൽ ഒരു വലിയ സ്വാധീനം, ഒരു വലിയ വിപ്ലവം സൃഷ്ടിക്കാൻ കഴിയും. The Bible says, ദൈവവചനം ഇങ്ങനെ പറയുന്നു, on the day of Pentecost, പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ God the Holy Spirit descended പരിശുദ്ധാത്മാവാകുന്ന ദൈവം ഇറങ്ങി വന്നു. in midst of the church. സഭയിലേക്ക് ആകൃതനായി അവിടുന്ന് വന്നു. God the Holy Spirit പരിശുദ്ധാത്മാവാകുന്ന ദൈവം dwelt in all the believers. എല്ലാ വിശ്വാസികളുടെ മേൽ വസിക്കുന്നവനായി വന്നു. Filled by the presence of God, ഈ ദൈവ സാന്നിധ്യത്താൽ നിറഞ്ഞവരായി the church started moving. ദൈവസഭ ഒരു ജൈത്രയാത്ര ആരംഭിച്ചു. What happened? എന്താണ് സംഭവിച്ചത്? When the shadows of the apostles fell upon the people, അപ്പോസ്തലന്മാരുടെ നിഴൽ വീണപ്പോൾ
They were healed. അവിടെ സൗഖ്യങ്ങൾ നടന്നു. The lame started walking. മുടന്തർ നടന്നു. The blind eyes were opened. അന്ധർ കാഴ്ച പ്രാപിച്ചു. Demons were casted out. ആത്മാക്കൾ വിട്ടുപോയി. The people, when they looked at the apostles, അപ്പോസ്തലന്മാരെ ജനം തുറിച്ചു നോക്കിയപ്പോൾ they knew that they were people with difference. ഒരു വ്യത്യസ്തതയുള്ളവരായി ജനത്തിന് ബോധ്യമായി. What was this difference? എന്തായിരുന്നു ഈ വ്യത്യസ്തത? Was this the head knowledge of doctrines? അത് ഉപദേശത്തിന്റെ അറിവിന്റെ ഒരു ലഹരിയായിരുന്നു. The difference was the presence of God dwelling in them. അവരുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവ സാന്നിധ്യത്തിന്റെ വ്യത്യസ്തതയാണ് അവരെ വ്യത്യസ്തരായി The നിലനിർത്തിയത്. Bible tells in 1 Corinthians, 1 കൊരിന്ത്യർ ലേഖനത്തിൽ ഇങ്ങനെയാണ് ദൈവവചനം പറയുന്നത്. you are the temple of God. നിങ്ങളാണ് ദൈവത്തിന്റെ ആലയം. The Holy Spirit dwells in you. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. In the glorious temple built by King Solomon. ശലോമോൻ പണിഞ്ഞ ആ മഹത്വമേറിയ ആലയത്തിൽ The Bible says the glory of God filled that place. ദൈവത്തിന്റെ കട്ടിയായ സാന്നിധ്യം ആലയത്തിൽ ഇറങ്ങി വന്നെന്ന് തിരുവെടുത്ത് നമ്മളോട് പറയുന്നു. When we come to the New Testament, പുതിയ നിയമത്തിൽ വരുമ്പോൾ the Bible tells ദൈവവചനം എന്താണ് നമ്മളോട് പറയുന്നത്? you are the glorious temple. നിങ്ങളാണ് ആ തേജസ് വഹിക്കുന്ന ദൈവത്തിന്റെ ആലയം. In whom the presence of God dwells. ഇവിടെയാണ് ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വസിക്കുന്നത്. How many of us really realize this? ഇത് എത്ര പേർ, നമ്മളിൽ എത്ര പേര് വേണ്ട നിലയിൽ തിരിച്ചറിയുന്നുണ്ട്? Dear men and women of God, ദൈവദാസീദാസന്മാരെ, it's the presence of God that gives me life. എനിക്ക് ജീവൻ തരുന്നത് അവിടുത്തെ സാന്നിധ്യമാണ്. Whenever I talk about the presence of ഞാൻ God, ദൈവ സാന്നിധ്യത്തെ കുറിച്ച് എപ്പോഴൊക്കെ സംസാരിക്കും, it gives me such an excitement. എന്റെ ഉള്ളിൽ അതൊരു ആവേശമാണ്. Whenever I listen to the voice of God, ദൈവ ശബ്ദം ഞാൻ കേൾക്കുമ്പോൾ it gives me such joy in my being. എന്റെ മുഴുവാളത്തത്തിൽ ദൈവകൃപയുടെ വ്യാപാരം എനിക്ക് അനുഭവിക്കാം. I can study this whole Bible again and again. ഈ ദൈവവചനം എനിക്ക് വീണ്ടും വീണ്ടും പഠിക്കാം. And I can give you lectures after lectures. എനിക്ക് ഈ വചനങ്ങൾ പഠിപ്പിച്ചു തരാം. But it's the presence of God that makes all the difference. നിങ്ങളിൽ മാറ്റം കൊണ്ടുവരാൻ കഴിയുന്നത് ആ ദൈവ സാന്നിധ്യത്തിന് മാത്രമാണ്. You are the temple of God. നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണ്. If you see Revelations chapter 21, വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ quickly I want to read that and to conclude my message. എന്റെ സന്ദേശത്തിന്റെ ഈ സമാപനത്തിൽ ബൈബിളിലെ ആ സമാപന അധ്യായം വായിച്ചുകൊണ്ട് ഞാൻ നിർത്തുവാൻ It ആഗ്രഹിക്കുന്നു. says like this, 22-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്. and I heard a loud voice from heaven saying, 21:3 അവരൊരു അത്യുച്ചനാദമുള്ള ശബ്ദം കേട്ടു. behold, the tabernacle of God is with men. ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടൊപ്പമായിരിക്കുന്നു. He will dwell with them. അവിടുന്ന് തന്റെ ജനത്തോടൊപ്പം വസിക്കും. Underline that. അതിന് അടിവരയിടുക. The heart of God. ദൈവിക ഉദ്ദേശങ്ങളുടെ ആ അത്യുച്ച സ്ഥായിയാണിത്. In the book of Genesis, ഉൽപ്പത്തി പുസ്തകത്തിൽ തുടങ്ങി. the reason why God created man, മനുഷ്യനെ ഉണ്ടാക്കിയ ഉദ്ദേശം എന്തായിരുന്നു? He wanted to dwell with them. തന്റെ ജനത്തോടൊപ്പം തനിക്ക് വസിക്കണമായിരുന്നു. He wanted to talk with them. ആ ജനത്തോട് തനിക്ക് സംഭാഷിക്കണമായിരുന്നു. When that purpose was frustrated, ആ ഉദ്ദേശങ്ങൾ മനുഷ്യൻ അട്ടിമറിച്ചപ്പോൾ God told Moses, എന്താണ് ദൈവം മോശയോട് പറഞ്ഞത്? Moses, you make a tabernacle, മോശ, നീ ഒരു സമാഗമന കൂടാരം ഉണ്ടാക്കുക. so that I can dwell with my people. എനിക്ക് എന്റെ ജനത്തോട് കൂടെ വസിക്കണം. So that my people would feel my presence. എന്റെ ജനം എന്റെ സാന്നിധ്യം തിരിച്ചറിയട്ടെ. So that I can talk with them. എന്റെ ജനത്തോട് കൂടെ എനിക്ക് സംസാരിക്കണം. Even that purpose was frustrated. ആ പദ്ധതിയും മനുഷ്യന്റെ വീഴ്ച അട്ടിമറിച്ചപ്പോൾ God said that I will come down myself. ദൈവം പറയുകയാണ്, ഞാൻ ഇറങ്ങി വരാം. I want to dwell with my people. എനിക്ക് എന്റെ ജനത്തോട് കൂടെ വസിക്കണം. I want to walk with them. എനിക്ക് അവരോട് കൂടെ ചലിക്കണം. He wants to tell you today, ഇന്ന് കർത്താവിന് നമ്മളോട് പറയാനുള്ളത്, purpose of the scripture, ഈ വചനങ്ങളുടെ ഉദ്ദേശം എന്താ? purpose of the Bible, ഈ വചനത്തിന്റെ 66 പുസ്തകത്തിന്റെ സന്ദേശം എന്താ? purpose of every word, എല്ലാ വചനങ്ങളുടെ ഉദ്ദേശം എന്താ? is God wants to have a relationship with you. ദൈവത്തിന് നമ്മളോട് ഒരു വ്യക്തിബന്ധം സ്ഥാപിക്കണം. After his death, burial and resurrection, തന്റെ മരണ അടുക്ക പുനരുത്ഥാനത്തിന് ശേഷം God sent his Holy Spirit അവിടുന്ന് തന്റെ ആത്മാവിനെ അയച്ചു to dwell in his church, തന്റെ സഭയിൽ നിരന്തരം വസിക്കുവാൻ വേണ്ടി, to dwell with the believers. വിശ്വാസികളോടൊപ്പം അവരിൽ വസിക്കുവാൻ വേണ്ടി. And God said, എങ്ങനെയാണ് കർത്താവ് പറയുന്നത്? it's not like the Old Testament temple, പഴയ നിയമ ആലയത്തെ പോലെയല്ല, but you are the temple of God, അപ്പോൾ നിങ്ങളാണ് ദൈവത്തിന്റെ ആലയം. and my presence dwells in you. എന്റെ
സാന്നിധ്യം നിങ്ങളിൽ നിങ്ങളോടൊപ്പമുണ്ട്. In the book of Revelation, വെളിപ്പാട് പുസ്തകത്തിൽ ഇതിന്റെ സമാപനത്തിൽ God once again reveals his plan. ദൈവം തന്റെ പദ്ധതിയെ ഒരിക്കൽ കൂടി അവസാനമായി അസന്നിഗ്ധമായി ഇങ്ങനെ പറയുന്നു. God tells the purpose of all scriptures. ദൈവവചനത്തിന്റെ തിരുവെഴുത്തുകളുടെ ആ മൂലമായ ഉത്കൃഷ്ടമായ ഉദ്ദേശം പറയുകയാണ്. The purpose of all doctrines എല്ലാ ഉപദേശങ്ങളുടെയും ആ ലക്ഷ്യം പറയുകയാണ്. is that I want to dwell with you. എനിക്ക് നിങ്ങളോട് കൂടെ വസിക്കണം. Behold, the tabernacle of God is with them. ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടൊപ്പം, And he will dwell with them. അവൻ അവരോട് കൂടെ വസിക്കും. Dear men and women of God who are listening to me, എന്നെ ഇന്ന് കേൾക്കുന്ന ദൈവദാസീദാസന്മാരെ, I want you to introspect. നിങ്ങൾ സ്വയ വിലയിരുത്തൽ ഇന്ന് പ്രഭാതത്തിൽ നടത്താതെ ഇവിടുന്ന് പോകരുത്. I have not prepared a message. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു അർത്ഥത്തിലുള്ള ഒരു സന്ദേശമല്ല ഞാൻ നിങ്ങൾക്ക് കൈമാറിയത്. When pastor told me to preach the message, ദൈവദാസൻ എന്നോട് ഈ വചന ശുശ്രൂഷ നടത്താൻ പറഞ്ഞപ്പോൾ the Lord told me to speak just about his presence. കർത്താവിനോട് പറഞ്ഞത് അവിടുത്തെ സാന്നിധ്യത്തെ കുറിച്ച് മാത്രം നീ പറയുക. Just about his presence. ആ സാന്നിധ്യത്തെ കുറിച്ച് പറയുക. Doctrines will not save you. ഉപദേശങ്ങൾ അതിൽ തന്നെ നമ്മളെ രക്ഷിക്കുന്നില്ല. Doctrines are important. ഉപദേശങ്ങൾ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. If doctrines are not there, then you can be misguided. ഉപദേശങ്ങളില്ലെങ്കിൽ നമ്മൾ വഴിതെറ്റി വികലമായി പോകും. Income tax law is important. നികുതിയുടെ നിയമങ്ങൾ ആവശ്യമാണ്. What makes the difference is the presence of the department in a place. നികുതിയുടെ നിയമത്തെക്കാൾ ആ നിയമത്തെ വഹിക്കുന്ന സാന്നിധ്യം ഒരു ദേശത്തുള്ളതാണ് ആ നികുതി വകുപ്പിന്റെ വിജയം. Indian penal code is important. ഇന്ത്യൻ പീനൽ കോഡ് ആവശ്യമുള്ളതാ. But what reduces the crime is the presence of the police in a city. പക്ഷേ ഒരു സ്ഥലത്തെ തിന്മകളെ കുറയ്ക്കുന്നത് അവിടെയുള്ള പോലീസിന്റെ സാന്നിധ്യമാണ്. The doctrines are important. ഉപദേശങ്ങൾ മാറ്റിവെക്കാൻ കഴിയുന്നത് ഒന്നല്ല. But it is not to make our head swollen with it. അനിവാര്യമായ ഉപദേശങ്ങൾ നമ്മുടെ തലയ്ക്ക് ചീർപ്പ് വെക്കാനല്ല. The heart of God is to be with you. ദൈവത്തിന്റെ ഹൃദയ സ്പന്ദനം നമ്മളോടൊപ്പം വസിക്കുന്നത്. The heart of God is to talk with you. നമ്മളോട് സംസാരിക്കുന്നതാണ്, ഇടപെടുന്നതാണ് ദൈവഹൃദയത്തിന്റെ God സ്പന്ദനം. has called you so that you would walk with him. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് തന്നോടൊപ്പം സഞ്ചരിക്കാൻ വേണ്ടിയാണ്. Imagine what an exciting life. എന്തൊരു ആവേശോജ്വലമായ ഒരു ജീവിതമാണ്. Full of thrill. പൂർണ്ണമായി ആവേശം നിറഞ്ഞൊരു ജീവിതം. Full of excitement. അതിലാണ് ശരിക്കുമുള്ള സാഹസ്യമുള്ളത്. May the church in Kerala return back to that. ഈ ദൈവ സാന്നിധ്യത്തിലേക്ക് കേരളത്തിലെ സഭ മടങ്ങി വരട്ടെ. Or we will miss everything in our life. അല്ലെങ്കിൽ നാം എല്ലാം നഷ്ടമാക്കും. May God bless us with this word.